ശരിക്കും ആ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വചനം ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾക്കറിയാം ദൈവം നമ്മളെ എത്ര അധികം സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുക. എന്തിനാ? ടു ഫിൽ our hearts with his love. നമ്മളുടെ ഹൃദയങ്ങളെ അവൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ യേശുവിനാൽ ആകർഷിക്കപ്പെട്ട് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അവൻ കൊള്ളുന്നതാണോ കൊള്ളാത്തതാണോ എന്ന് ദൈവം നോക്കുന്നില്ല. ദൈവത്തിന് മോഹപക്ഷമില്ല. ദൈവം നമ്മളെ വിളിച്ചിട്ട് നമ്മൾ കൊള്ളാതിരുന്നപ്പോഴും നമ്മളെ വിളിച്ചിട്ട് നമ്മളുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി. തിരുവചനം പറയുന്നു, ഹി ഹാസ് ഗിവൻ us the Holy Spirit to fill our hearts with his love. അവൻ്റെ സ്നേഹം കൊണ്ട് നമ്മളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിനകത്ത് ഭയമുണ്ടെങ്കിൽ, കയ്പുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ, നിരാശയുണ്ടെങ്കിൽ, തോൽവിയുടെ ചിന്തകളുണ്ടെങ്കിൽ, ഞാൻ കൊള്ളത്തില്ല എന്നുള്ള ചിന്തകളുണ്ടെങ്കിൽ, ഇതിനെ എല്ലാത്തിനെയും പുറത്താക്കുന്നത് അവൻ്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളുടെ ഹൃദയത്തിനകത്ത് ഇട്ട് തന്നിട്ട് ഈ സ്നേഹത്തിൻ്റെ അളവ് കൂടി ദിനം തോറും, ദൈവം പൂർണ്ണതയുള്ളവനാണ്. ദൈവത്തിനകത്ത് സകലതുമുണ്ട്, സകല സമ്പൂർണതയും ക്രിസ്തു യേശുവിനകത്തുണ്ട്. അപ്പം ഈ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഹൃദയത്തിനകത്ത് ഇട്ട് തന്നിട്ട് പിന്നെ നമ്മളുടെ ഹൃദയത്തിനകത്ത് വേറെ ഒന്നിനും സ്ഥാനമില്ല. കർത്താവിൻ്റെ ദിവ്യ സ്നേഹത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ കൊള്ളാതായിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഹൃദയത്തിനകത്ത് നൽകിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളുടെ ഹൃദയത്തെ നിറച്ചിട്ട് ഈ സ്നേഹം എന്ത് ചെയ്തു? വേറെ ഒന്നിനും ഇടം കൊടുക്കത്തില്ല. ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞിട്ട് അകത്ത് കിടന്ന് ഭയം, നിരാശ, പിണക്കം, കയ്പ്, വെറുപ്പ്, ദേഷ്യം, ക്രോധം, ഇതിനെയെല്ലാം ഈ സ്നേഹം പുറത്താക്കുന്നു. 1 യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് നമ്മൾ വരുമ്പോൾ ഹല്ലേലൂയ, ഈ വചനം ഇങ്ങനെ ശ്രദ്ധിക്കുമ്പം അകത്ത് ഇങ്ങനെ കയറണം. ഇനിയും എൻ്റെ അകത്ത് വേറെ ഒന്നിനും സ്ഥാനമില്ല. എൻ്റെ അകത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഈ ദിവ്യ സ്നേഹത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഈ സ്നേഹം മെല്ലെ ദൈവത്തിൻ്റെ ഈ ദിവ്യ സ്നേഹം, പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുന്ന സ്നേഹം